പത്തരമാറ്റിലെ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജലജയാണെങ്കിൽ നവ്യടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ കുഞ്ഞിനെ ഇവിടെ ആരും സ്നേഹിക്കുന്നില്ല. വലിഞ്ഞു കയറി വന്ന് ചന്തമോളെ കണ്ടോ എല്ലാവരും സ്നേഹിക്കുന്നത്. അത് ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ടാണ്, എൻ്റെ മകൻ്റെ കുഞ്ഞായതുകൊണ്ടാണ് നിൻ്റെ കുഞ്ഞിനെ ആരും സ്നേഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നവ്യടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ജലജ. നവ്യ പറയണേ, ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടമ്മേ എന്ന് പറയണം. അമ്മ എന്ത് ചെയ്താലും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയണം. ജലജ പറയാണ്, മിക്കവാറും ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാകും. ഞാൻ അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ എൻ്റെ മോനെ ജയിലിൽ കിടത്തിയിട്ട് എല്ലാവരും ഇവിടെ സന്തോഷിക്കുകയോ സുഖിക്കുകയോ വേണ്ട എന്ന് പറയാണ്. വളരെ സന്തോഷത്തിന് ഇന്നത്തോടെ കിടത്തും എന്ന് ജലജ നവ്യയെടുത്ത് പറയാണ്. നവ്യ ഇതൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവയാനിയാണെങ്കിൽ ഉണ്ടാക്കിയ ജ്യൂസ് കൊണ്ടുവന്ന് നയനയ്ക്ക് കൊടുക്കണേ, റൂമിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പം നയന ഇവിടെ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാ മോളെ ഈ ജ്യൂസ് അങ്ങ് കുടിക്കുക എന്ന് പറയാണ്. ഞാനിപ്പം കഴിച്ചതല്ലേ ഉള്ളൂ അമ്മ, ഇപ്പം എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇത് കഴിച്ചേ പറ്റൂ, ഇച്ചിരി നേരം കഴിഞ്ഞ് കഴിക്കാം എന്ന് നയന പറയണം. ശരി, ഇതിവിടെ ഇരിക്കട്ടെ, മറക്കാതെ എടുത്ത് കുടിക്കണേ, അല്ലെങ്കിൽ അത് കുഞ്ഞിന് കേടാണേ, ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ട് ഇരിക്കണം എന്നൊക്കെ നയന എടുത്ത് ദേവയാനി പറയാണ്. ശരി അമ്മയെന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ ജയനും അജയനും ആദർശം എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നിടത്തിട്ട് ജലജ വരികയാണ്. എല്ലാവരും ഇവിടെ കൂടിയിരുന്ന് ആലോചിക്കല്ലേ, എൻ്റെ മോൻ ജയിലിൽ കിടന്നിട്ട് ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല, അവനെ ഇറക്കണോ എന്നും ആരും ചിന്തിക്കുന്ന പോലുമില്ല. റിമാൻഡിൽ പോയിക്കാണ്, അവൻ ജയിൽ പുള്ളിയായിരിക്കുകയാണ്. നന്ദുവിൻ്റെ ഇടിയും തൊഴിയും കൊണ്ട് അവൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആരെങ്കിലും അന്വേഷിച്ചോ എന്ന് ജലജ വന്ന് പരാതി പറയുകയാണ്. അജയൻ പറയാണ്, അവൻ്റെ കാര്യം എന്തിനാ അന്വേഷിക്കുന്നത്, അവൻ അതുപോലുള്ള പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് എന്നെ നശിപ്പിക്കാൻ നോക്കിയതല്ലേ അവൻ. എൻ്റെ മോനത് ബിസിനസ് നശിപ്പിച്ചെന്നും പറഞ്ഞ് ഇത്ര വലിയ കാര്യങ്ങൾ പരാതി പറയുന്നത്. അതാണ്ട് ചേട്ടൻ്റെ മോൻ ഈ ആദർശ് കുടുംബത്തിന് തന്നെ മാനക്കേടുണ്ടാക്കി. ആരെങ്കിലും ചോദിച്ചു, ആരെങ്കിലും അവനെ കുറ്റം പറയുന്നു, ഞാനിതുവരെ കേട്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പം അജയൻ പറയാണ്, അവൻ്റെ സൈഡിലൊരു ശരി ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ അവൻ്റെ കൂടെ നിൽക്കുന്നത്. എന്ത് ശരി? കുടുംബത്തിന് മാനവം ഉണ്ടാക്കിയതിൽ എന്ത് ശരിയാണ് ഉള്ളത്? നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു ഉയർച്ച ആദർശം ഉണ്ടാക്കി തരുന്നുണ്ടോ അല്ലേ, അതുകൊണ്ട് ആദർശം എന്ത് കാണിച്ചാലും നിങ്ങൾ അനുകൂലിക്കും എന്ന് ജലജ ചോദിക്കുകയാണ്. എൻ്റെ മോൻ ഒരു ഉയർച്ച ഉണ്ടാക്കി തരാത്തുണ്ടെന്നോ അവൻ എല്ലാവരും കൂടെ തഴഞ്ഞേക്കുന്നത്. നവീൻ വക്കീലിൻ്റെ പറഞ്ഞായിരുന്നെങ്കിൽ എപ്പോഴേ എൻ്റെ കുഞ്ഞിന് ജാമ്യം കിട്ടിയാണ്. പക്ഷെ അതാരും പറയത്തില്ലല്ലോ, അവനെ ഇങ്ങോട്ട് വരുന്നത് തന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജയിലിൽ കിടത്താൻ ഓരോ വഴി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ജലജ പറയുകയാണ്. എന്നും പറഞ്ഞ് അങ്ങ് പോവുമോ. ജലജ നേരെ പോകുന്നത് നയനയുടെ റൂമിലോട്ടാണ്. നയന ആ ജ്യൂസ് എടുത്ത് കുടിച്ചൊന്ന് നോക്കുവാണ്. നേരിട്ടേന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒഴിഞ്ഞിങ്ങനെ നോക്കുവാണ്. അപ്പം നയന ജ്യൂസ് കുടിച്ചിട്ടില്ല, ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. എന്താ കുടിക്കാത്തത്, എത്രയും പെട്ടെന്ന് കുടിച്ചാലെങ്കിൽ അതങ്ങ് അലസിപ്പോയാനെ എന്ന് വിചാരിക്കുകയാണ്. ചെന്ന് പറയാനും പറ്റത്തില്ല, അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമല്ലോ, കുടിക്കുകയായിരിക്കും എന്നും പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നയനയാണെങ്കിൽ ജ്യൂസ് കുടിക്കാനായിട്ട് വരികയാണ്. എന്നിട്ട് വിചാരിക്കും വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് ജ്യൂസ് കുടിക്കാം എന്ന് വിചാരിച്ച് നയന നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്താണ് ചന്തുമോള് നയനമ്മയെ തിരക്കി അങ്ങോട്ട് വരുന്നത്. നയനമ്മയെ തിരക്കി റൂമിലൊക്കെ തിരക്കുമ്പോൾ കാണത്തില്ല. അപ്പം കുഞ്ഞവിടെ ഇരിക്കുകയാണ്, അവിടെ കട്ടിലേക്ക് കയറി ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ജ്യൂസ് ഇരിക്കുന്നത് കാണുന്നത്. അപ്പം ചന്തുമോള് വിചാരിക്കും, ഈ ജ്യൂസ് എടുത്ത് കുടിച്ചാലോ, ഇത് നയനാമ്മയ്ക്ക് വെച്ചേക്കുന്ന ജ്യൂസ് എടുത്ത് കുടിച്ചാൽ ആരെങ്കിലും വഴക്ക് പറയുക എന്നൊക്കെ ചന്തമോള് ആലോചിക്കുകയാണ്. പറഞ്ഞപ്പോൾ അതൊക്കെ കട്ടിലിൽ നിന്ന് ഇറങ്ങി വന്ന് ജ്യൂസ് എടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ ജ്യൂസ് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് കൈ തട്ടി ജ്യൂസ് അങ്ങ് താഴെ വീഴുകയാണ്. ഈ സമയത്താണ് നയന ഇറങ്ങി വരുന്നത്. എന്താ മോളെ? ഒന്നുമില്ല നയനമ്മ, എൻ്റെ കൈ തട്ടി ജ്യൂസ് വീണയാന്ന് പറയുകയാണ്. ഈ സമയത്ത് ജലജ അവിടെ കറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. ജലജ ഈ സൗണ്ട് കേട്ട് ഓടി വരികയാണ്. ജലജ വന്ന് നോക്കുമ്പം ആ ജ്യൂസ് താഴെ കിടക്കുന്നു. ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വീഴുന്നത്. എന്ത് കുഴപ്പമാണ് കാണിച്ചേക്കുന്നത്, അത് നയനയ്ക്ക് കൊണ്ടുവന്ന ജ്യൂസല്ലേ, പിന്നെ നീ എന്തിനാ എടുത്ത് തട്ടിയിട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചൂടാവുകയാണ് ചന്തുമോളത്ത്. അപ്പോൾ ഞാൻ അറിയാതെ തട്ടിയിട്ടതാ, ഞാനെടുത്ത് കുടിക്കാൻ വന്നതാ, അന്നേരം കൈ തട്ടിപ്പോയതാ എന്ന് ചന്തമോള് പറയുകയാണ്. നിനക്കല്ലല്ലോ അത് കൊണ്ടുവന്നത്, നയനയ്ക്ക് കൊണ്ടുവന്നില്ലേ, നീ എന്തിനാ എടുത്ത് കുടിച്ചതെന്ന് പറഞ്ഞ് ജലജ അങ്ങ് ചൂടാവുകയാണ്. അപ്പോൾ നയന വിചാരിക്കുകയാണ്, അതിനെന്താ പച്ചി, മോള് കുടിച്ചാൽ എന്താ, എനിക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി കഴിക്കാമല്ലോ, മോള് കുടിച്ചാൽ എന്താ എന്ന് നയന ചോദിക്കുകയാണ്. ഇവക്ക് ഈ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഇവള് ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങ് ജലജയാണെങ്കിൽ ചന്തുമോളത്തങ്ങ് ചൂടായി ചെല്ലുകയാണ്. സമയത്താണ് ദേവേനി അങ്ങോട്ട് വരുന്നത്. ദേവേനി നിൽക്കുകയാണ്. എന്താ അല്ല അമ്മ കൊണ്ടുവന്ന ജ്യൂസ് ചന്തുമോളൊന്ന് എടുത്ത് കുടിക്കാൻ നോക്കിയപ്പം കൈ തട്ടി താഴെ പോയി, അതിനെ ഈ അപ്പച്ചി ചന്തുമോളെ വഴക്ക് പറയുന്നത്. അതിനെന്താ, മുത്തശ്ശി ഉണ്ടാക്കി തരാമല്ലോ മോക്ക് ജ്യൂസ് എന്ന് പറയാണ്. ചന്തുമോളാണെങ്കിൽ ജലജ വഴക്ക് പറയുന്നത് കേട്ട് ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ്.
മോൾക്ക് ഉണ്ടാക്കി തരുമ്പോൾ നൈനാമ്മയ്ക്കും കൂടെ ഉണ്ടാക്കി ഞാൻ കൊടുത്തോളാം, അതിന് കരയുന്ന എന്തിനാ എന്ന് പറയാണ്. അല്ലമ്മ ഈ അപ്പച്ചിയാണെങ്കിൽ ജ്യൂസ് തട്ടിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് മോളെ വഴക്ക് പറയുക എന്ന് പറയണേ. എന്താ ജലജേ, കുഞ്ഞല്ലയോ, നീ എന്തിനാ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ജലജ അങ്ങ് ദേഷിക്കുകയാണ്. ജലജയാണ് കുഞ്ഞിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ കുഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയാണ്. വന്ന് ദേഷ്യം അങ്ങ് പോവുകയാണ്. ജലജയുടെ വിഷമം ആ ഐഡിയ ഫ്ലോപ്പായി പോയതിൻ്റെ വിഷമത്തിലാണ് ജലജ പോകുന്നത്. ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ നയനയാണെങ്കിൽ ചന്തുമോളെ വിളിച്ചിരുത്തി ആശ്വസിപ്പിക്കാണ്. അതൊന്നും മോൾ ആലോചിക്കണ്ട, ആ മുത്തശ്ശി അങ്ങനെയാണെന്ന് മോൾക്ക് അറിയാലോ, മോളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എൻ്റെ മോള് വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നയന ചന്തുമോളെ. നേരെ പോകുന്ന നവ്യടുത്താണ്. അവിടെ ചെന്നിട്ട് നവ്യടുത്ത് പറയാണ്, ആ ശ്രമവും പാഴായി. ആ ചന്തുമോളുണ്ടല്ലോ, ആ പെണ്ണ് വന്ന് എല്ലാം കുളമാക്കി. അവളാണെങ്കിൽ ഇങ്ങനെ, ആ കൊച്ചാണെങ്കിൽ ഇങ്ങനെ ഈ വീട്ടിൽ മൊത്തം അവിടെ ഇവിടെ എല്ലാം കയറി നടക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സാന്ത്വനല്ലേ ഈ വീട്ടിൽ കൊടുത്തേക്കുന്നതെന്നും പറഞ്ഞ് ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരവസരം നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ശ്രമം അങ്ങനെ കളയത്തില്ല. ഈ കുഞ്ഞ് ഈ അനന്തപുരിയിൽ വളരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഞാൻ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.